ഒരു ദിവസം രാവിലെ ഉറക്കമുണർന്നപ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരുന്ന ഒരാൾ പെട്ടെന്ന് ഇല്ലാതായെന്ന് സങ്കല്പിക്കുക. വഴക്കില്ല, വിടപറച്ചിലില്ല, അവസാനത്തെ ഒരു മെസ്സേജ് പോലും ഇല്ല. നിങ്ങൾ അയച്ച മെസ്സേജ് വായിച്ചിട്ടുമുണ്ട്, പക്ഷേ മറുപടിയില്ല. ഫോൺ ബെല്ലടിക്കും, എടുക്കില്ല. സോഷ്യൽ മീഡിയയിൽ സജീവമാണ്, പക്ഷേ നിങ്ങളില്ലാത്ത ഒരു ലോകത്താണ് അയാൾ ജീവിക്കുന്നത്. അങ്ങനെ സംഭവിച്ചുവെങ്കിൽ പുതിയ കാലത്തിൻ്റെ ഗോസ്റ്റിംഗ് എന്ന ഡിജിറ്റൽ മൗനത്തിലേക്ക് നിങ്ങളും പ്രവേശിച്ചു എന്നർത്ഥം. പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെ ഗോസ്റ്റിംഗ് എന്നത് ഒരു പ്രേതവൽക്കരണം തന്നെയാണ്. ഉണ്ടോ ഇല്ലയോ എന്നൊന്നും അറിയില്ല, എന്നാൽ എല്ലാവർക്കും ഭയവുമാണ്. ഒരു കാലത്ത് ബന്ധങ്ങൾ അവസാനിക്കുമ്പോൾ കണ്ണുനീരുണ്ടായിരുന്നു. ഇന്ന് വൈഫൈ ഉണ്ട്, 5G ഉണ്ട്, അൺലിമിറ്റഡ് ഡേറ്റ ഉണ്ട്. പക്ഷേ ഒരു സത്യസന്ധമായ എനിക്കിനി ഈ ബന്ധം തുടരാൻ കഴിയില്ലെന്ന ഒരു വാചകം പറയാനുള്ള ധൈര്യം പലർക്കുമില്ല. അതുകൊണ്ടാണ് ഇന്നത്തെ ഏറ്റവും വേദനിപ്പിക്കുന്ന ശബ്ദം ചിലപ്പോൾ നിശബ്ദമായി മാറുന്നത്, മറുപടി വരാത്ത നോട്ടിഫിക്കേഷൻസ് ആയി മാറുന്നത്. ഗോസ്റ്റിംഗ് എന്നത് സംസാരിക്കാതിരിക്കലല്ല, ഒരാളെ ഉത്തരം കിട്ടാത്ത ചോദ്യങ്ങളുടെ തടവറയിൽ അടച്ചിടലാണ്. ഞാൻ എന്താണ് തെറ്റ് ചെയ്തത്? അവൾക്ക് ഇനി എന്നെ വേണ്ടാതായോ? ഒരു വാക്കു പറഞ്ഞാൽ പോരായിരുന്നു? ഈ ചോദ്യങ്ങൾക്കുള്ള മറുപടി കിട്ടാതെ മനസ്സ് തന്നെ പ്രതിയായി മാറുന്ന അവസ്ഥ. മനഃശാസ്ത്രം പറയുന്നത് നിരാകരണത്തിൻ്റെ വേദനയും ശാരീരിക വേദനയും അനുഭവിക്കുമ്പോൾ മസ്തിഷ്കത്തിലെ ചില പൊതുവായ ഭാഗങ്ങൾ സജീവമാകാമെന്നാണ്. അതുകൊണ്ടാണ് ഒരു മെസ്സേജിന് റിപ്ലൈ കിട്ടാതിരിക്കുന്നത് കൊണ്ട് ചിലർക്ക് ഉറക്കം നഷ്ടപ്പെട്ടു പോകുന്നത്. അത് ദൗർബല്യമല്ല, മനുഷ്യ മനസ്സിൻ്റെ സ്വഭാവമാണ്. പക്ഷേ ഒരു കാര്യം കൂടി, ഗോസ്റ്റിംഗ് ചെയ്യുന്ന എല്ലാവരും ക്രൂരന്മാരൊന്നുമല്ല. ചിലർക്ക് സത്യം പറയാൻ ധൈര്യമുണ്ടാവില്ല, ചിലർക്ക് അസ്വസ്ഥകരമായ സംഭാഷണങ്ങളെ നേരിടാൻ ശേഷിയുണ്ടാവില്ല. അങ്ങനെയുള്ളിടത്ത് അവർ മൗനത്തെ ആശ്രയിക്കും. പക്ഷേ അത്തരം എളുപ്പവഴി തിരഞ്ഞെടുക്കുന്നത് പലപ്പോഴും മറ്റൊരാളുടെ ഹൃദയത്തിന് ഏറ്റവും കഠിനമായ വേദന ഉണ്ടാക്കും. അതിനാൽ ഒരിക്കൽ നിങ്ങൾ ആരെയെങ്കിലും വിട്ടുപോകേണ്ടി വന്നാൽ മൗനമായി അപ്രത്യക്ഷനാകരുത്. ഒരു വാചകം പറയൂ, ഒരു വിശദീകരണം നൽകൂ. അത് ബന്ധത്തെ രക്ഷിച്ചില്ലെങ്കിലും ഒരു മനുഷ്യൻ്റെ ആത്മാഭിമാനത്തെ രക്ഷിച്ചേക്കാം. ഓർക്കുക, ഗോസ്റ്റിംഗ് ഒരു ബന്ധത്തിൻ്റെ അവസാനമല്ല, മനുഷ്യത്വമുള്ള ആശയവിനിമയത്തിൻ്റെ അവസാനമാണ്. ഡിജിറ്റൽ ലോകത്ത് നിങ്ങളെ ഓൺലൈനിൽ കാണുന്നവർ ഒരുപാടുണ്ടാകും, പക്ഷേ നിങ്ങളുടെ വികാരങ്ങളെ കാണുന്നവരാണ് യഥാർത്ഥ മനുഷ്യൻ. സാങ്കേതികവിദ്യ മനുഷ്യനെ ബന്ധിപ്പിച്ചു, മൗനം പല ഹൃദയങ്ങളെയും വല്ലാതെ വേർപെടുത്തി. OS ടോക്സിൽ വീണ്ടും കാണാം.